ഹലോ ഗായ്സ്, എന്ത് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് ഇന്നത്തെ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ചെറുതല്ല, കുറച്ച് വലുത്, കുറച്ച് ചെറുത്, ഒരു മീഡിയം സൈസ് എന്നൊക്കെ പറയാം. അപ്പം ലൈക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓവറോള് ലൈക്ക് എനിക്ക് ഭയങ്കര തടിയായിരുന്നു. ഫസ്റ്റ് എൻ്റെ വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ എൻ്റെ ടോപ്പ് ലെവലെത്തിയ ഹൈ ലെവൽ എന്ന് വെച്ചാൽ 96 kg ആണ്. ആ 96 kgന്ന് ഞാൻ ലാസ്റ്റ് 66 ആയിട്ടുണ്ടായിരുന്നു. അതൊരു ഒരു 1 month കൊണ്ടിട്ടാണ്. കാരണം വെച്ചാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ആ രീതിക്ക് വരെ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ മുമ്പോട്ട് വന്നേ, പിന്നെ സ്ട്രഗിളും കൂടെ തീറ്റയും കൂടെ കൂടി അങ്ങനെ ലൈക്ക് വീണ്ടും ഒരു 94 kg ആയി. ഇപ്പം ഞാനൊരു എൻ്റെ 5.5 ഹൈറ്റ് ആണ്. ഇപ്പം എനിക്കൊരു 82 kg നിലവിലുണ്ട്. അപ്പം ഈ 94 എങ്ങനെയാണ് ഞാൻ 82 kg ആയത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറൊന്നുമല്ല, ഞാൻ ഇതിനകത്തൊരു ഇൻസുലിൻ യൂസ് ചെയ്തിരുന്നു. ആ ഇൻസുലിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് എൻ്റെ വെയിറ്റ് ലോസ് ആയത്. ലൈക്ക് എന്താണ്, ഇത് ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇഞ്ചക്ഷനാണ്, അത് ഇൻസുലിനാണ്. അത് ഞാൻ ചൂസ് ചെയ്ത് എൻ്റെ ബോഡിയിൽ ഇഞ്ചെക്റ്റ് ചെയ്യും. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അത് എടുക്കുന്നില്ല. 2 മാസം കൂടുമ്പോൾ എടുത്തിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഇടും, പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് എടുക്കാറ്. അപ്പം ലൈക്ക് ഞാനിപ്പോൾ എടുത്തിട്ട് 2 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റമളാൻ ആയതുകൊണ്ട് ഒരു കണ്ടിന്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം അതിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. വേറൊന്നുമല്ല, ദിസ് ഈസ് ദ ഇഞ്ചക്ഷൻ മൊഞ്ചാരോ. ഞാൻ പാക്കറ്റ് പൊട്ടിച്ചാണേ. ഇതാണ് ഇഞ്ചക്ഷൻ മൊഞ്ചാരോ ഇഞ്ചക്ഷൻ. അത് ഇവിടുത്തെ, അതായത് ദുബായ് റേറ്റ് നോക്കുകയാണെങ്കിൽ 1738 ദിർഹംസ് ആണ്. ഇഞ്ചക്ഷൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, സിറിഞ്ച് ഉൾപ്പെടെ. അതിൻ്റെ നീഡിലാണ് ഇതായത്. കാണിച്ചില്ല എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചില്ല. അതിനകത്ത് 2 കിതാബ് പോലുള്ള സാധനങ്ങളുണ്ട്. അത് ഈ ഇഞ്ചക്ഷൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അതിലോട്ട് ഞാൻ കിടക്കണില്ല, അതൊക്കെ ഞാൻ ആദ്യം വായിച്ച് കുഴഞ്ഞതാണ്. ഇതിപ്പോൾ എൻ്റെ ലൈക്ക് 4ാമത്തെ ഡോസാണെന്ന് തോന്നുന്നു, 4ാമത്തെ 5ാമത്തെയോ ഇഞ്ചക്ഷനാണ് ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഇഞ്ചക്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വ്യൂ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാവുന്ന കാര്യമുള്ളൂ. ഈ നമ്മൾ ഇഞ്ചക്ഷൻ മെയിനായിട്ട് എടുക്കേണ്ടത് നമ്മുടെ പൊക്കിളിന് ചുറ്റും, നമ്മുടെ 2 തൊടഭാഗങ്ങളിൽ, നമ്മുടെ 2 കൈയുടെ ഈ ഇഞ്ചക്ഷൻ ഏരിയയിലാണ് ഇത് മെയിനായിട്ട് എടുക്കുന്നത്. ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇഞ്ചക്ഷൻ, അതായത് കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ, പിന്നെ ലിവർ സംബന്ധമായ ലിവർ ഫാക്ടറി കാര്യങ്ങൾ, അങ്ങനെ അസുഖമുള്ളവർക്ക് ആർക്കും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ബോഡി ചെക്കപ്പ് കഴിഞ്ഞ് ഒരു ഡോക്ടറുടെ സജഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ മൂലം മാത്രം നമ്മുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യേണ്ട ഒരു ഇഞ്ചക്ഷനാണിത്. അതാണ് ഒരു പെൻ ടൈപ്പ് വരുന്ന മൊഞ്ചാരോ ഇഞ്ചക്ഷൻ. ഇതിൻ്റെ അകത്ത് 4 ഡോസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വീക്ക്ലി വൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാനിത് എടുത്തു. എനിക്ക് ലാസ്റ്റ് എടുക്കേണ്ട ഡോസാണ് എനിക്കിത് കാണിച്ചിരിക്കുന്നത്. ഫ്രിഡ്ജിലാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ഈ നീഡിൽ ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ നീഡിലിന് ലൈക്ക് ഇവിടെ 1 ദിർഹംസ് മാത്രമേ ഉള്ളൂ. ഈ നീഡിലിന്, ഈ ഇഞ്ചക്ഷന് ഇവിടെ വരുന്നത് 1734 ദിർഹംസ് പ്ലസ് ഒരു നീഡിലും കൂടെ ആകുമ്പോൾ 1 ദിർഹംസ് കൂടും. അപ്പം ഞാൻ 4 ഡോസ് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഇഞ്ചക്ഷൻ കൂടെ 4 നീഡിലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കാണിച്ചു തരാം. ലൈക്ക് ഇത് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഇതില്ലേ ഈ നീഡിൽ ഫസ്റ്റ് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നീഡിലുണ്ട്. ഈ ഓപ്പൺ ചെയ്ത ഇൻസുലിൻ പെന്നിൻ്റെ മുകളിലായിട്ട് ഇത് പ്രസ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക. കണ്ട, ഇതിന് ചെറിയൊരു ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് റിമൂവ് ചെയ്യുക. ഓക്കെ,
നമുക്കിത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ എനിക്ക് എടുക്കേണ്ട ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ പൊക്കിളിലാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ താഴെ ഒരു ഇത് റൊട്ടേറ്റിംഗ് സംഭവമുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുക, ഇവിടെ 1 വന്ന് നിൽക്കും. ഈ 1 വന്ന് നിൽക്കുമ്പം ഇത് പ്രസ് ചെയ്യുമ്പം ഇതിൽ നിന്ന് ഇഞ്ചക്ഷൻ പുറത്താവും, ഇത് മെഡിസിൻ പുറത്താവും. ലൈക്ക് ഞാൻ എൻ്റെ പൊക്കിളിൽ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോണേ, നിങ്ങൾ അളവ് നോക്കിക്കോണേ. പേടിയില്ലേന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. അപ്പം ജസ്റ്റ് വെയിറ്റ്, കാണിക്കാൻ പറ്റുമെന്നതല്ല, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലൈക്ക് അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഓക്കെ, അത് റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ നീഡിൽ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാപ്പ് ഇടുക, അതുപോലെ തന്നെ അതിൻ്റെ വലിയ ക്യാപ്പ് ഇടുക, ഇത് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഇഞ്ചക്ഷൻ, ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെയും കൂടെ എക്സ്ട്രാ ഡോസ് ഒരു 1 ml വരുന്നതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് 4 ml 2.5 ml 2.5 ml ആണ്, അല്ല 2.4 ml തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ, വെയിറ്റ്, കാര്യങ്ങൾ ബാക്കിയുള്ളതെല്ലാം നോക്കിയിട്ടാണ് നെക്സ്റ്റ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡോസ് നിങ്ങൾക്ക് ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത്. ലൈക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ആവുന്നത്, നല്ല രീതിക്ക് ഡയറിയ വരും, വിശപ്പ് കൺട്രോൾ ചെയ്യും, നമുക്കധികം വിശപ്പ് ഉണ്ടാകില്ല, നല്ല രീതിക്ക് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഈ ഇഞ്ചക്ഷൻ അങ്ങനെ നമുക്ക് ഫുഡിനോടുള്ള താല്പര്യം നല്ല രീതിക്ക് കുറഞ്ഞിട്ട് നമ്മുടെ ബോഡി ഒന്ന് കൺട്രോൾ ആയിട്ട് വരും. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി എടുക്കേണ്ടതാണ്. പിന്നെ എന്താണ്, പ്രോട്ടീൻസ്, വൈറ്റമിൻ ഡി ഒക്കെ എടുക്കുക. വേറെന്തോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, മറന്നുപോയി. അപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർ വെയിറ്റ്, നിങ്ങൾക്ക് വെയിറ്റ് കാരണം നിങ്ങളുടെ മുട്ടിന് വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഈ ഇഞ്ചക്ഷൻ വഴി നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ബോഡി ചെക്കപ്പ് ചെയ്യുക. ഡോക്ടറെ അടുത്ത് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മൊഞ്ചാരോ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുക. പിന്നെന്ന് വെച്ചാൽ കുറച്ച് പാടായിരിക്കും. ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിറ്റേ ദിവസം നേരത്തോട് നേരെ, ഇഞ്ചക്ഷൻ എന്നാണ് എടുത്തത് പിറ്റേ ദിവസം നേരത്തോട് നേരെ ആകുമ്പോഴത്തേക്കും ആ ഇഞ്ചക്ഷൻ്റെ പെയിൻ നിങ്ങൾക്ക് റിലീസായി കിട്ടും. അതിനുശേഷം 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെറുതായിട്ട് ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അതൊരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും. പിന്നെ അതിനുശേഷമാണ് വിശപ്പ് കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. ഷുഗർ നല്ല രീതിക്ക് നിയന്ത്രിക്കാൻ പറ്റും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഷുഗർ നല്ല രീതിക്ക് നിയന്ത്രിക്കാൻ പറ്റും. റൈസ്, ഫുഡ്, ഈ വക കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. വേറെന്താ, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്നു, മറന്നുപോയി. അപ്പം വേറെന്താ വിശേഷം? അപ്പം വെയിറ്റ് ലോസ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഇത് യൂസ് ചെയ്യുക. ഞാൻ ദുബായിൽ റേറ്റിൻ്റെ ആണ് പറഞ്ഞത്. എനിക്കിവിടെ ടാബി അവൈലബിൾ ആയത് കാരണം തന്നെ മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ലൈക്ക് നാട്ടിലെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 1700 എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് നാട്ടിൽ വരുന്നുണ്ട്. ലൈക്ക് ഒരു 50,000 രൂപയോളം അടുത്ത് വരുന്നുണ്ട്. 45 to 50, 50,000 രൂപയോളം അടുത്ത് വരുന്നുണ്ട് ഈ ഇഞ്ചക്ഷന്. അപ്പം വേണ്ടവർ സജസ്റ്റ് ചെയ്ത് ഡോക്ടർ കൺസൾട്ടിൽ മാത്രം എടുക്കാം. ഞാൻ ഇതെടുത്ത് ഉപയോഗിച്ച ആളായത് കൊണ്ട് മാത്രമാണ് ഇതിനെ പറ്റിയിട്ടൊരു റിവ്യൂ ഞാൻ ഇങ്ങനെ ഇടാം എന്ന് കരുതിയത്. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നത് എന്താണ് മെഡിസിൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ റിവ്യൂ പറയാമെന്ന് കരുതിയത്. പിന്നെ മെയിൻലി എനിക്ക് ഷുഗർ ഡൗൺ ആയിരിക്കും, എപ്പോഴും എനിക്ക് ഷുഗർ ഡൗൺ ആയിരിക്കും. ആ ഷുഗർ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് മധുരം ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നും.
അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എടുക്കാൻ പറ്റും. ഞാനത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞു നോ ഇഷ്യൂ, നിങ്ങൾക്ക് എടുക്കാം എന്നുള്ള രീതിക്ക് ഡോക്ടർ നല്ലൊരു ബാക്ക് സപ്പോർട്ട് തന്നേ പിന്നെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് കൂടി കേട്ടോ. അപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡിന് നല്ല കൺട്രോൾ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും റമദാനൊക്കെ ആയി. അപ്പം ഈവനിങ് ടൈം ആകുമ്പോൾ അറിയാമല്ലോ, കുറച്ച് റൈസ് അധികമായിട്ട് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഡോസ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പോർഷൻ ബാലൻസ് ഉണ്ട്. അപ്പം ഞാൻ വേറൊരു ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ വാങ്ങിച്ചിട്ട് അതിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിന് ഇതിൽ വർക്കാവില്ല. കാരണം വെച്ചാൽ സ്റ്റക്കായി നിൽക്കും, ഇനി വർക്കാവില്ല. എത്ര ആണേലും ഇത് വർക്കാകില്ല. അതാണ് എൻ്റെ പ്രത്യേകത. വർക്കാകുന്നെങ്കിൽ നമുക്കൊരു നീഡലും കൂടെ ഫിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് 4 ഡോസ് എന്ന് വെച്ചാൽ കറക്റ്റ് 4 ഡോസ് മാത്രമേ നേരത്തെ കയറാൻ പറ്റത്തുള്ളൂ. 2.5, 5, 7.5, 10 എന്നൊക്കെയാണ് ഇതിൻ്റെ mg കണക്ക് വരുന്നത്. ഓക്കെ, അപ്പം വേറൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.